മണ്ണാർക്കാട് ഭീമനാട് തെരുവുനായ ശല്യം രൂക്ഷം. ഒരാൾക്ക് കടിയേറ്റു. ഭീമനാട് സർക്കാർ യു.പി. സ്കൂളിന് സമീപം പെരുമ്പടാരിയിൽ പയ്യനാട് വീട്ടിൽ 62-കാരൻ വേണുഗോപാലിനെയാണ് തെരുവുനായ കടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് സംഭവം. വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുകയും പെട്ടെന്ന് തെരുവുനായ മുഖത്ത് കടിക്കുകയുമായിരുന്നു. മുഖത്ത് കണ്ണിന് താഴെയാണ് കടിയേറ്റത്. അപ്രതീക്ഷിതമായാണ് ആക്രമിച്ചതെന്ന് വേണുഗോപാൽ പറഞ്ഞു. ചെറിയ സില്ലപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അപ്രതീക്ഷിതമായിട്ട് സൗണ്ട് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കടി കിട്ടി മുഖത്ത്. അത് അതിന്റെ ഇത് പിടുത്തം വിടാഞ്ഞിട്ട് അതിന്റെ വായിൽ കൈയിട്ടിട്ട് വാ പൊളിച്ചിട്ടൊക്കെയാണ് അതിന് പിടുത്തം പിടിച്ചത്. അതിനുശേഷം ഇതിനെ ഒരു കൈ പിടിച്ചപ്പോഴത്തേക്കും നായ ഓടി, വടിയെടുത്തിട്ട് അതിന്റെ പുറകെ ഓടി, തല്ലാനൊന്നും കിട്ടിയില്ല. പൊതുവെ നമ്മുടെ വീടിന്റെ മുൻഭാഗത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ നായ്ക്കളുടെ ശല്യം ഉള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. പക്ഷെ അങ്ങനെ വീട്ടിലേക്ക് കയറി വന്നിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ആ പോകുന്ന കൂട്ടത്തിലുള്ള നായ ആയിട്ട് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുമില്ല. ഇത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം പോലെ. അതിന്റെ വലിയ അപകടം ഒഴിവായത് വായിൽ കൈയിട്ടിട്ട് അതിനെ പിടിച്ച് വലിച്ചൊഴിവാക്കാൻ പറ്റിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ സംഭവിക്കാന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പൊ കണ്ണിന്റെ ഇവിടെ പോളയുടെ മുകളില് ചിലപ്പോൾ കാണുന്നുണ്ടാവും. ഇവിടെ താഴത്ത് ഇതിപ്പോ തുന്നാൻ പറ്റില്ല. തുന്നണമെങ്കിൽ കുറച്ച് ദിവസം, ഒരാഴ്ചക്ക് ശേഷമൊക്കെ പാടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം ഇവിടെ ചുണ്ടിന്റെ മുകൾ ഭാഗത്തായിട്ടുള്ളതുണ്ട്. ഈ ഭാഗങ്ങളിൽ മൊത്തം ഉണ്ട്. പല ഭാഗത്തായിട്ടാണ് ആ ഒരു കടിയിൽ എല്ലാ ഭാഗവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. രാവിലെ വേണുവിന്റെ ഭാര്യയുടെ നേർക്കും നായ കുരച്ചു ചാടിയിരുന്നു. പ്രദേശത്തെ ഇട്ടിലാക്കുളം ജലനിധി കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്ററാണ് കടിയേറ്റ വേണുഗോപാൽ. അലനല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായതായി വ്യാപക പരാതിയുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. UTV ന്യൂസ്, പാലക്കാട്.